നോക്കിയും കണ്ടൊക്കെ റോഡ് ക്രോസ് ചെയ്യണ്ടേ? എന്തെങ്കിലും പറ്റിയോ? അയ്യോ നിക്കേ. ഒന്നുമില്ല, ഇത് പിടിച്ചോ. നിങ്ങൾ ഇത്ര അത്യാവശ്യം എവിടെ പോകാൻ വന്നാ? ഞങ്ങള് ഒരാളെ അന്വേഷിച്ച് തിരുവനന്തപുരത്ത് പോവാ. ഇറങ്ങിയപ്പോ ലേറ്റ് ആയി പോയി, ബസ് മിസ്സായി. ഇന്നിപ്പോ എന്തായാലും ഇത്ര ലേറ്റ് ആയില്ലേ? നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് പോയിട്ട് നാളെ പോകുന്നല്ലേ നല്ലത്. അയ്യോ അത് പറ്റില്ല, നാളെ രാവിലെ ഞങ്ങൾക്ക് അവിടെ എത്തണം. ഞാൻ ട്രിവാൻഡ്രത്തേക്കാ, നിങ്ങൾ കയറിക്കോ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ഇനി അങ്ങോട്ടേക്ക് ബസ്സൊന്നും കാണില്ല, ലാസ്റ്റ് ട്രെയിൻ ഇപ്പൊ പോയത്. അമ്മേ എന്തായാലും ഞാൻ അങ്ങോട്ടേക്കാണല്ലോ, അപ്പോ ഞാനൊരു സഹായം ചെയ്യുന്നു കരുതിയാ മതി. ഇനി ആലോചിച്ച് സമയം കളയണ്ട, നിങ്ങൾ കയറ. അമ്മേ ധൈര്യമായിട്ട് കയറുന്നേ. എപ്പോഴാ തിരുവനന്തപുരത്ത് എത്തുന്നത്? അല്ല അമ്മ ചോദിക്കാൻ പറഞ്ഞതാ. അല്ല അമ്മയ്ക്ക് എന്നോട് ചോദിച്ചൂടെ? അമ്മയ്ക്ക് സംസാരിക്കാനാവില്ല. സോറി. പക്ഷേ പറഞ്ഞ അമ്മയ്ക്ക് കേൾക്കാം. ഇങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരുന്ന വെളുപ്പിന് അങ്ങ് എത്തും, അല്ലെങ്കിൽ ചിലപ്പോ താമസിക്കും. അത് മറ്റൊന്നും കൊണ്ടല്ല അമ്മേ, എനിക്ക് ഇടയ്ക്ക് ഉറക്കം വന്നാ ഞാൻ കാർ ഒതുക്കി കുറച്ചൊന്ന് ഉറങ്ങും, അതാ. ഓ പറയാം. അല്ല ലേറ്റായ ആളെ കാണാൻ പറ്റില്ലെന്ന് അമ്മ പറയുന്നേ. അതുകൊണ്ട് ഉറങ്ങാതിരിക്കുമെന്ന് അമ്മ ചോദിക്കുന്നേ. ഞാൻ ശ്രമിക്കാം. തിരുവനന്തപുരത്ത് ജോലിയാണോ? അല്ല അമ്മ ചോദിക്കാൻ പറഞ്ഞു, അതുകൊണ്ട് ചോദിച്ചതാ. അല്ല ശരിക്കും അമ്മ ചോദിച്ചു തന്നെയാണോ ഇതൊക്കെ? അല്ലാതെ ഞാനെന്തിനാ ഇതൊക്കെ അറിയുന്നേ? ഓ എങ്കി വർക്ക് ചെയ്യുന്നുണ്ട്. എവിടെയെന്നാ അമ്മ ചോദിക്കുന്നേ? ഒരു വീട്ടിലാ. വീട്ടിലോ? വീട്ടിലെന്ത് ജോലി? ആ ജോലിയാ ഞാനിപ്പോ ചെയ്തോണ്ടിരിക്കുന്നത്, ഡ്രൈവിംഗ്. ആ ബെസ്റ്റ് ഡ്രൈവറിന് കിട്ടിയ ട്രോഫി ആയിരിക്കുന്നത്. അത്ര നല്ല ഡ്രൈവറാണോ? അതെ, എനിക്ക് ചില പ്രത്യേക തരം ഡ്രൈവിംഗ് അറിയാം. അതെന്താ? ഞാൻ ചിലപ്പോ ഉറങ്ങിക്കൊണ്ടും വണ്ടി ഓടിക്കും. പിന്നെ ഇങ്ങനെ മിണ്ടിയും പറഞ്ഞൊക്കെ ഇരുന്നാ ഉറക്കം വരില്ല, വെളുപ്പിനങ്ങ് എത്തുകയും ചെയ്യാം. സംസാരിച്ചിരുന്ന ഉറക്കം വരില്ലേ? ഇല്ല. ഫ്രണ്ട് സീറ്റിലായിരുന്നെങ്കിൽ ബോറടിയില്ല, ഉറക്കവും വരില്ല. അമ്മേ അമ്മ ഇപ്പൊ എന്താ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി. ഇരിക്കുന്നോ? വേണ്ട, ഞാൻ ഇവിടെ ഇരുന്നോളാം. വണ്ടി ഓടിക്കുന്നതിനിടയ്ക്ക് എങ്ങാനും ഞാനെങ്ങാനും ഉറങ്ങിപ്പോയി ആക്സിഡന്റ് സംഭവിച്ച ഈ രണ്ട് പാവങ്ങളും തട്ടിപ്പോവല്ലേ ഈശ്വരാ. കാറ് നിർത്ത്, ഞാൻ ഫ്രണ്ട് സീറ്റിൽ വന്നിരിക്കാം. അതാ നല്ലത്. ഇതൊന്നും അവിടെ വെച്ചേക്ക്. ഐശ്വര്യലക്ഷ്മിയെ കാണാൻ വിസിറ്റേഴ്സ് ഉണ്ട്. ശരി, ഞാനിപ്പോ വരാം. ഓക്കെ. എന്താടി, എന്തു പറ്റി? ആകെ കൊഴപ്പായി. താഴത്ത് ഒരു അമ്മയും മോളും വന്നിട്ടുണ്ട്. ആ തള്ള ഒരു ക്യാൻസർ പേഷ്യന്റാ. ഞാൻ അവരുടെ ട്രീറ്റ്മെന്റിന് വേണ്ടി കുറച്ച് ക്യാഷ് ഒക്കെ ഹെൽപ്പ് ചെയ്തതാ. ഇപ്പതേ നേരെ ഇങ്ങോട്ട് വന്നിരിക്കുന്നു. എന്റെ കയ്യിലാണെങ്കിൽ നയാ പൈസ ഇല്ല.
വയ്യാത്ത ആളല്ലേ, നീ ചെന്ന് കാര്യം പറ. അതൊന്നും നടക്കില്ല. എടി വല്ലാത്ത ശല്യ. നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യാമോ? നിങ്ങളാണോ ഐശ്വര്യ കാണാൻ വന്നെന്ന് പറഞ്ഞത്? അതെ. ഐശ്വര്യ ഇവിടെ ഇല്ലാത്ത കാര്യം നിങ്ങൾ അറിഞ്ഞില്ലായിരുന്നോ? ഇവിടെ ഇല്ലേ? ഇല്ല, ഹോസ്റ്റൽ ഫീസ് പെൻഡിംഗ് ആയതുകൊണ്ട് ഐശ്വര്യയെ കഴിഞ്ഞ ആഴ്ച ഇവിടെ നിന്ന് പുറത്താക്കിയിരുന്നു. ഇപ്പൊ ആ കുട്ടി ഇവിടെ ഇല്ല. അതെ, ഐശ്വര്യ ചേച്ചി ഇപ്പൊ എവിടെയാണെന്ന് അറിയോ? അറിയില്ല.